ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കൊന്നൊരു സിമ്പിൾ ഡ്രോയിങ് വരച്ചല്ലോ. സ്കെച്ച് എടുത്ത് ചാറ പോലെ കൊടുക്കാം. സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ വരയ്ക്കേണ്ടതായിരുന്നു, ഞാൻ സ്കെച്ചിൽ വരച്ചു ഗൈസ്. എന്നിട്ടത് ഇങ്ങനെ ഒരു ലൈനിങ് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ആർച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ട് ഡാർക്ക് ഷെയ്ഡ്, ഉൾഭാഗം ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് പിന്നെ ഒരു ലൈൻ ഇട്ട് ഇതുപോലെ ഫ്ലവർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു വരകളൊക്കെ കൊടുത്ത് ചെറിയ ഡിസൈൻ കൊടുക്കുക, കവർ ചെയ്യുക. ഉള്ളിൽ വീണ്ടും ഡാർക്ക് ഷെയ്ഡ് അടിച്ച് കൊടുത്തിട്ട് പുറത്ത് വീണ്ടും അതുപോലെ നമുക്കൊരു ഇലയുടെ പോലത്തെ ഒരു ചിത്രം ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് മഴത്തുള്ളികൾ വരുന്ന പോലത്തെ ചെറിയൊരു ആർച്ച് വരച്ചിട്ട് ഇതുപോലെ ലൈൻ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് പുറം വശത്ത് ഇതേപോലെ ആർച്ച് രൂപത്തിൽ, നമ്മൾ ആദ്യം വരച്ച ആർച്ച് രൂപത്തിൽ പോലെ വരച്ചിട്ട് അതിനകത്ത് ഉള്ളിലോട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ട് വീണ്ടും ഒരു മഴത്തുള്ളി പോലെ നമ്മളിങ്ങനെ കൊടുത്തിട്ട് അതേ ഡിസൈൻസ് പോലെ ഉള്ളിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നു. ഫുള്ളായിട്ട് അങ്ങോട്ട് എല്ലാത്തിനും അങ്ങോട്ട് ഡാർക്ക് ഷെയ്ഡ് അടിച്ച് കൊടുക്കുക മൊത്തത്തിലായിട്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്സ് വരയ്ക്കാം. ഞാനിതിലിപ്പോൾ വന്നിട്ട് ഡയമണ്ട് ഷേപ്പിൽ ഒരു മുത്തിൻ്റെ ഷേപ്പിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അത് എല്ലാത്തിലും വരച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുക. ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടും. പെയിൻറ്റിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.